السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. കിതാബുൽ ഫിഖ്ഹിലെ നാലാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ശുറൂത്തുൽ വുളൂഇ, വുളൂഇൻ്റെ നിബന്ധനകൾ. വുളൂ ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഷർത്തിന് കണ്ടീഷൻ എന്ന് പറയും. ഷർത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ശുറൂത്ത്, നിബന്ധനകൾ. ഉസ്താദ് ആദ്യം ആ പാഠം വായിക്കാം, ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ശുറൂത്തുൽ വുളൂഇ, വുളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. 1. തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. ശുദ്ധീകരണത്തിന് പറ്റുന്ന വെള്ളമാണ് തൊഹൂർ. സ്വയം ശുദ്ധമായതും മറ്റുള്ളതിനെ ശുദ്ധമാക്കാൻ കഴിയുന്നതുമാണത്. ശുദ്ധമാണെങ്കിലും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റാത്ത വെള്ളത്തിന് ത്വാഹിർ എന്ന് പറയും. കരിക്കൻ വെള്ളം, കഞ്ഞിവെള്ളം മുതലായ ഉപാധിയോടെ പറയപ്പെടുന്നതാണത്. അത് വുളൂഇന് പറ്റിയ വെള്ളമല്ല. ശുദ്ധമല്ലാത്ത വെള്ളം നജസാണ്. അത് ഒരു ശുദ്ധീകരണത്തിനും പറ്റുകയില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബോർഡിലോട്ട് നോക്കുക. ശുറൂത്തുൽ വുളൂഇ, വുളൂഇൻ്റെ ഷർത്തുകൾ. അതിൽ ഒന്നാമത്തതാണ് തൊഹൂറായ വെള്ളം. തൊഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം സ്വയം ശുദ്ധമാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തവുമാണ്. അങ്ങനെയുള്ള വെള്ളത്തിനാണ് തൊഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ഉദാഹരണത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ത്വാഹിർ, രണ്ടാമത്തെ വെള്ളമാണ് ത്വാഹിറായ വെള്ളം. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തിയുള്ള വെള്ളമല്ല. 3. നജസായ വെള്ളം. സ്വയം ശുദ്ധിയല്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തവുമല്ല. അപ്പോൾ ഇതിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ വെള്ളം ഏതാണ്? ഏറ്റവും നല്ല വെള്ളം ഉപയോഗിക്കാൻ, ഒന്നു എടുക്കാൻ ഉപയോഗിക്കേണ്ട വെള്ളം ഏതാണ്? തൊഹൂറായ വെള്ളം മാത്രമായിരിക്കണം ഒന്നു എടുക്കാൻ ഉപയോഗിക്കേണ്ടത്. ത്വാഹിറും നജസും ഉപയോഗിക്കാൻ പാടില്ല. ശരി, തൊഹൂറായ വെള്ളത്തിന് എക്സാമ്പിളാണ് എഴുതിയിരിക്കുന്നത്. മഴവെള്ളം, കിണറിലെ വെള്ളം, നദി, സമുദ്രം, അവകളിലെ വെള്ളം, അതുപോലെ തന്നെ ഉറവ, വെള്ളത്തിൻ്റെ ഉറവ, മല പൊട്ടി വരിക അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നതിനാണ് ഉറവ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി പൊട്ടി അല്ലെങ്കിൽ പാറ പൊട്ടി മണ്ണിൽ ഇളകിയൊക്കെ വരുന്ന വെള്ളത്തിനാണ് ഉറവ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം എന്താണ്? തൊഹൂറായ വെള്ളമാണ്, ഈ പറയപ്പെടുന്ന വെള്ളമെല്ലാം. എന്നാൽ ത്വാഹിറായ വെള്ളമോ? ഇതിനെല്ലാം നമുക്ക് സാധാരണ വെള്ളം എന്ന് പറയും, ഇതിനെല്ലാം വെള്ളം എന്ന് പറയും. എന്നാൽ ത്വാഹിറായ വെള്ളം വെറും വെള്ളമെന്ന് പറയത്തില്ല, അതിൻ്റെ മുമ്പിൽ ഓരോ പേര് കൂടി ചേർത്തായിരിക്കും പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ കുറച്ച് എളുപ്പം മനസ്സിലാവും. കരിക്കിൻ വെള്ളം, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം ഇരിക്കുന്ന കാണുകയാണ്. അപ്പോൾ അവർ വെള്ളം എന്ന് പറയത്തില്ല, മറിച്ച് നമ്മൾ എന്ത് പറയും? കരിക്കിൻ വെള്ളം എന്ന് പറയും. കഞ്ഞി വെള്ളം എന്ന് പറയും. നാരങ്ങ വെള്ളം പാത്രത്തിലിരിക്കുകയാണ്, നമ്മൾ വെള്ളം എന്ന് പറയത്തില്ല, മറിച്ച് നാരങ്ങ വെള്ളം എന്ന് പറയും. അപ്പം ഇങ്ങനെ ഉപാധികളോടുകൂടി പറയുന്ന വെള്ളത്തിനാണ് ത്വാഹിറായ വെള്ളം എന്ന് പറയും. ത്വാഹിറായ വെള്ളം ഒന്നും എടുക്കാൻ പറ്റുമോ? ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. 3. വെള്ളമാണ് നജസായ വെള്ളം. രക്തം പോലെ, മൂത്രം പോലെ, ചലം പോലെ ഇവകൾ ഒരിക്കലും സ്വന്തം ശുദ്ധിയുമല്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തവുമല്ല. അപ്പോൾ നമ്മൾ ഒന്നും എടുക്കുമ്പോൾ ഏത് വെള്ളം കൊണ്ട് ഒന്നും ചെയ്യണം? തൊഹൂറായ വെള്ളം കൊണ്ട് വുളൂ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. അഥവാ വുളൂവിൻ്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത്
തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? രണ്ടാമത്തത്. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുക്കുക. എന്ത് ചെയ്യരുത്? വെള്ളം ഒട്ടിക്കരുത്, വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ തേക്കരുത്, മറിച്ച് വെള്ളം ഒലിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. മുഖം കഴുകലുമാണ് മുഖവും കൈകാലുകളുമാണ് കഴുകപ്പെടുന്ന അവയവങ്ങൾ അല്ലേ? നമ്മൾ മുഖം പൂർണ്ണമായിട്ട് ഒന്നുകൊടുക്കുമ്പോൾ കഴുകും, അതുപോലെ തന്നെ കൈകളും കാലുകളും, ഈ 3 അവയവങ്ങളിൽ എന്ത് ചെയ്യണം? വെള്ളം ഒഴുക്കണം, ഒലിപ്പിക്കണം. പിന്നൊരവയവം കൊണ്ട് ഏതാണ് തടകേണ്ടത്? തലയാണ് അല്ലേ? തലയിൽ എന്ത് ചെയ്യേണ്ട? വെള്ളം ഒഴിക്കേണ്ട, മറിച്ച് വെള്ളം കൊണ്ട് തടകിയാൽ മതി. അവ വെള്ളം കൊണ്ട് തടകിയാൽ മതിയാവുകയില്ല. അപ്പൊ ഈ 3 അവയവങ്ങളിൽ വെള്ളം എന്ത് ചെയ്യണം? ഒലിക്കണം, വെള്ളം കൊണ്ട് തടകിയാൽ മതിയാവുകയില്ല. ഇപ്പൊ 2 നിബന്ധനകൾ പഠിച്ചു. 3ാമത്തെ കണ്ടീഷനാണ് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കളൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അവയവങ്ങളിൽ, കൈകളിലോ കാലുകളിലോ മറ്റും മുഖത്തോ അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. എന്തുണ്ടാകാതിരിക്കണം? വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ. വെള്ളത്തെ പകർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നിറം, അതുപോലെ തന്നെ മണം, രുചി. നിറം, മണം, രുചി എന്നിവ വ്യത്യാസപ്പെടാൻ ഇടയാകുന്ന ചായം, ചന്ദനം പോലുള്ള വസ്തുക്കളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ചായം ഇരിക്കുന്നു, അത് നമ്മുടെ ശരീരത്തിൽ പറ്റിയിരിക്കുകയാണ്. വെള്ളത്തെ എന്ത് ചെയ്യും? പകർച്ച ആക്കുക, അതായത് വെള്ളത്തിൻ്റെ നിറം മാറ്റിക്കളയും. അല്ലെങ്കിൽ ചന്ദനം ഇരിക്കുന്നു, വെള്ളത്തിൻ്റെ മണം മാറ്റിക്കളയും. ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും എവിടെ ഉണ്ടാകാതിരിക്കണം? അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. ഇതെന്താണ്? ഒളുവിൻ്റെ 3ാമത്തെ കണ്ടീഷനാണ്. ഇനി 4ാമത്തെ കണ്ടീഷൻ എന്താണ്? വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4ാമത്തെ കണ്ടീഷനാണ്. ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഏതൊക്കെ പോലെ? പെയിന്റ്, മെഴുക്, ക്യൂടെക്സ് പോലുള്ള വെള്ളം ചേരുന്നതിനെ തടയും. ക്യൂടെക്സ് ഇട്ടിരിക്കുകയാണ് കയ്യിൽ, വിരലുകളിൽ ക്യൂടെക്സ് ഇട്ടിരിക്കുകയാണ്. ഒന്നും എടുത്താൽ ഒന്നും ശരിയാവുമോ? ഒന്നും ശരിയാവുകയില്ല. അപ്പം വെള്ളത്തിന് തടസ്സം ഉണ്ടാക്കുന്നില്ലേ? വെള്ളം ഇങ്ങനെ ഒഴുകിയാണ് ക്യൂടെക്സിൻ്റെ മുകളിൽ, അവയവത്തിലോട്ട് എത്തുമോ? ഇല്ല. പെയിന്റ് അടിച്ചിരിക്കുകയാണ് ഒരാളുടെ കയ്യിൽ, എന്നിട്ട് ഒന്നും എടുക്കുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു പെയിന്റിൽ, വെള്ളം താഴോട്ട് പോകുമോ? ഇല്ല, അവയവത്തിൽ പറ്റുകയില്ല. അപ്പം ഒന്നും ശരിയാവൂ? ഒന്നും ശരിയാവുകയില്ല. അപ്പം 4ാമത്തെ കണ്ടീഷൻ എന്താണ്? വെള്ളത്തിന് തടസ്സമുണ്ടാക്കുന്ന, വെള്ളം അവയവങ്ങളിൽ ഇറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. ഇനി നോക്കിയേ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോണ കാര്യങ്ങൾ. കണ്ണിലെ പീളയും നഖത്തിനടിയിലെ ചെളിയും വെള്ളം ചേരുന്നതിന് തടസ്സമാണ്. കണ്ണിൽ പീള എങ്ങനെ ഇരിക്കുകയാണ്, വെള്ളം എത്തുന്നതിന് തടസ്സമുണ്ടാകാം. അതുപോലെ തന്നെ വിരലുകൾ, ചില ആളുകൾ നഖം വെട്ടുകയില്ല. അപ്പം നഖത്തിൻ്റെ അടിയിലെ ചെളി, മണ്ണ് പോലെയുള്ളവ ഇരിക്കുമ്പോൾ വെള്ളം ചിലപ്പോൾ എത്തുന്നതിന് തടസ്സമായി പോകും. അപ്പോൾ ഒന്നും ശരിയാവുമോ? ഒന്നും ശരിയാവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? തടസ്സങ്ങളെല്ലാം നീക്കിയതിന് ശേഷം വുളു ചെയ്യണം. 4 കണ്ടീഷനായി. ഇനി 5ാമത്തത്, മൂത്രവാർച്ച, രക്തം പോക്ക് മുതലായവ കാരണം അശുദ്ധി സ്ഥിരമായവർ സമയമായെന്ന് ഉറപ്പായ ശേഷം വുളു ചെയ്യുക. ഒരാൾക്ക് മൂത്രവാർച്ചയുടെ അസുഖമുണ്ട്, അല്ലെങ്കിൽ രക്തം പോകുന്നതിൻ്റെ അസുഖമുണ്ട്. അങ്ങനെയുള്ളവർ നേരത്തെ വുളു ചെയ്യണമെന്നില്ല, മറിച്ച് ബാങ്ക് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സമയമായി. ഇപ്പോൾ ഉദാഹരണത്തിന് മഗ്‌രിബിൻ്റെ സമയം എപ്പോഴാണ്? അറിയാം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. അപ്പോൾ ബാങ്ക് വിളിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി മഗ്‌രിബിൻ്റെ സമയമായി എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയം എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഈ അസുഖമുള്ള ആളുകൾ ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളവർക്ക് വുളു ചെയ്യാൻ പാടുള്ളൂ, നേരത്തെ വുളു ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 5 ഷർത്തുകളാണ്, 5 നിബന്ധനകളാണ് വുളുവിൻ്റെ ഷർത്തുകളായി പറയപ്പെടുന്നത്. അൽ മാഉ നിഅമത്തുല്ലാഹ്, ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സെന്റൻസ് അൽ മാഉ. മാ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. നിഅമത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം അല്ലെ? വിലമതിക്കാൻ സാധിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് വെള്ളം. അൽ മാഉ നിഅമത്തുല്ലാഹ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ,
അൽ മാഉ നിഅമത്തുല്ലാ, വെള്ളം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഈ 5 ഷർത്തുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വായിക്കുക. ഒന്നുകൂടി പറയാം. വുളൂവിൻ്റെ ഷർത്തുകൾ 5 ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം വുളൂ ചെയ്യേണ്ടത്. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തമായ വെള്ളം. ഏതുപോലെ? മഴവെള്ളം, കിണറിലെ വെള്ളം, നദിയിലെയും സമുദ്രത്തിലെയും ഉറവയിലെയും എല്ലാം വെള്ളം പോലെ. രണ്ടാമത് തോഹിറായ വെള്ളമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? വുളൂ ചെയ്യാൻ അനുവാദമില്ല. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തമല്ലാത്ത വെള്ളം. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, കഞ്ഞി വെള്ളം പോലെയുള്ള. ഇനി ഒരു വെള്ളമുണ്ട്, നജസായ വെള്ളമാണ്. സ്വയവും ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പ്രാപ്തവുമല്ല. രക്തം പോലെ, മൂത്രം പോലെ, ചലം പോലെയുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, വെള്ളം ഒഴുക്കുക. മുഖവും കൈകാലുകളുമാണ് കഴുകപ്പെടുന്ന അവയവങ്ങൾ. ഇവകൾ തടകിയാൽ മതിയാവുകയില്ല. രണ്ടാമത്തെ നിബന്ധനയായി. മൂന്നാമത്തത്, വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. ഏതുപോലെ? വെള്ളത്തിൻ്റെ നിറമോ മണമോ രുചിയോ മാറുന്ന എന്തെങ്കിലും ചായം, ചന്ദനം പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. 3 നിബന്ധനയായി. നാലാമത്തെ നിബന്ധന, വെള്ളം ചേരുന്നതിന് തടസ്സമുണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളം എത്തുന്നതിന് തടസ്സമുണ്ടാകുന്ന പെയിൻറ്റ്, ക്യൂടെക്സ് പോലെയുള്ള എന്ത് ചെയ്യരുത്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കണം. 4ാമത്തെ കണ്ടീഷനാണ്. 5ാമത്തെ കണ്ടീഷൻ എന്താണ്? മൂത്രവാർച്ചക്കാർ, രക്തം പോകുന്ന രോഗികൾ, അങ്ങനെയുള്ള ആളുകൾ സമയമായതിന് ശേഷം മാത്രമേ വുളൂ ചെയ്യാവൂ. ഈ 5 കാര്യങ്ങളാണ് വുളൂവിൻ്റെ കണ്ടീഷൻസ്, വുളൂവിൻ്റെ ഷർത്തുകൾ. എല്ലാവരും ഇൻഷാ അല്ലാഹ് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.